ഹലോ, വെൽക്കം ബാക്ക് ടു ലിൻസീസ് ലിങ്ക്. ഇത് നമ്മുടെ റോസിനൊക്കെ കുറച്ച് ഞാൻ പറഞ്ഞു ഇപ്പോൾ ഇവിടെ ഭയങ്കരമായ ചൂടാണ്. അന്നേരം ഈ ഒരു ദിവസം വെള്ളം ഒഴിച്ചില്ലെങ്കിൽ നമ്മുടെ ചെടികളെല്ലാം ഉണങ്ങി അങ്ങ് വാടിപ്പോവും, പൂക്കളെല്ലാം കരിഞ്ഞും പോവും കേട്ടോ. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ, ഞാൻ ആ പഴയ ഒരു വീഡിയോ ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, ഈ ചൂട് ഒത്തിരി നമ്മുടെ ചെടിയുടെ മണ്ണിലേക്കൊന്നും അടിക്കാതിരിക്കാൻ എനിക്ക് തൊണ്ട് വെച്ച് കൊടുക്കുമ്പോൾ ഉള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല തണുപ്പ് ആ ചട്ടിക്കകത്ത് നിൽക്കും കേട്ടോ. നമ്മളിപ്പം വൈകിട്ടാണ് ഞാൻ സാധാരണയായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാറ്. അപ്പോൾ നമ്മൾ വൈകിട്ട് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ പിറ്റേ ദിവസം വൈകിട്ട് വരെ ഏകദേശം ഒത്തിരി അങ്ങ് ഉണങ്ങാതെ നല്ലൊരു നനവ് അവിടെ നിൽക്കും, മണ്ണിൽ നിൽക്കും. അപ്പോൾ ചെടികൾ ഇലകളൊക്കെ നല്ല ഫ്രഷായിട്ട് നിന്നുണ്ട്. എങ്കിലും ഈ ചൂടത്ത് പൂക്കളൊക്കെ കരിയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഏറ്റവും നല്ലത് കൊണ്ട് ഷെയ്ഡ് വെക്കുകയാണ്. പക്ഷേ ഒരുപാട് ചെടികളായിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എല്ലാം കൂടെ ഷെയ്ഡിൽ വെക്കാനും പറ്റത്തില്ലല്ലോ. അതുകൊണ്ടെല്ലാം വെയിലത്ത് തന്നെ, ഈവൻ മണി പ്ലാന്റ് വരെയും നമ്മൾ വെയിലത്ത് തന്നെ നിൽക്കുന്നത് കേട്ടോ. കണ്ട ഇലകൾ ഇപ്പോഴത്തെ ആ ഭയങ്കര സ്കോച്ചിങ് ആയിട്ടുള്ള ഭയങ്കര ഒരു കരിഞ്ഞു പോകുന്ന വെയിലല്ലേ, അതുകൊണ്ട് അതിൻ്റെ ഇലകളിലൊക്കെ നമ്മൾ കരിഞ്ഞ ഒരു പാടാണ്. ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. മാക്സിമം നമ്മൾ ചെടികൾ കൊണ്ട് തണലത്ത് വെക്കുക, അതാണ് ഏറ്റവും നല്ലത്. ഈ വെയിലിലും നമ്മുടെ ആ ഒരു കെയർ കൊണ്ട് മാത്രമായിട്ടോ എല്ലാം നല്ലപോലെ പൂത്ത് നിൽക്കുകയാണ് ഇലകൾ. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ കറക്റ്റ് സമയത്ത് വളവും വെള്ളവും ഒക്കെ കൊടുത്ത് പിന്നെ ചട്ടിയിൽ ഈ തൊണ്ടൊക്കെ വെച്ചു. അതുപോലെ തന്നെ നിങ്ങൾ എന്തെങ്കിലും ഒരു ഐഡിയ പറയാമോ, ഈ ചെടികൾ നമ്മൾ ഈ വെയിലത്ത് നല്ലപോലെ പച്ചപ്പോടെ നിൽക്കാൻ എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ. ഞാനിപ്പോൾ ഈ തൊണ്ടാണ് വെച്ചത്, തൊണ്ടല്ലാതെ വേറെ പല ഐഡിയകളും കാണുമല്ലോ, അത് പറയണേ. പിന്നെ ഡ്രിപ്പ് ഇറിഗേഷൻ കൊണ്ടും വലിയ കാര്യമില്ലെന്നാണ് തോന്നുന്നത്, കാരണം ഈ വെയിലത്ത് അത്രയ്ക്ക് ചൂടാണ്. അതുകൊണ്ട് ഇപ്പോൾ ഇത് കണ്ടോ, ഇത് നമ്മുടെ അലോവേരയാണ്. നല്ല ലഷായിട്ട് കാണാൻ നല്ല ഭംഗിയാട്ടോ. ഒത്തിരി തൈകൾ ഒരു ചട്ടിയിൽ ഇങ്ങനെ നിറഞ്ഞ് നിൽക്കുകയാണ്. നമ്മുടെ ഒരു കെയർ കൊണ്ട് മാത്രമാണ് ഇത്ര ഈ വെയിലത്തും ഇത് ഇങ്ങനെ നിൽക്കുക. പിന്നെ എൻ്റെ കൈയെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാലോ, ഞാനിങ്ങനെ അടങ്ങിയിരിക്കുന്ന ഒരു സ്വഭാവമില്ല. കാരണം ചെടികളാണെങ്കിൽ എല്ലാത്തിൻ്റെയും പുറകെ നടന്ന് ഉണങ്ങിയിട്ടുണ്ടോ, അതിനെന്തെങ്കിലും ഇതുണ്ടോ എന്നെല്ലാം നോക്കി നടക്കും. നമ്മുടെ വഴുതനയൊക്കെ കണ്ട, ഇത് പെട്ടെന്ന് കായ്ച്ചു. ഇത് നല്ലൊരു വെറൈറ്റി, നല്ല പർപ്പിൾ കളറ് നല്ലൊരു വഴുതനയാണ്. അതുപോലെ ഇതിൻ്റെ വൈറ്റും ഉണ്ട് കേട്ടോ, അത് ഞാൻ കാണിച്ചു തരാം. വെള്ളയും സെയിം ഇതിലുള്ള സീഡിൻ്റെ ഇതിലുള്ള അതും വെള്ളയും നല്ലപോലെ കായ്ച്ചിട്ടുണ്ട്. നമ്മുടെ പുതിനയാണ്, പുതിനയില കണ്ടോ നല്ലപോലെ, അതും നല്ലപോലെ വരുന്നുണ്ട്. വെയിലാണ് ഏറ്റവും ഒരു പ്രശ്നം. അതിന് നമ്മൾ മാക്സിമം ഷെയ്ഡ് അല്ലാതെ വേറെ എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടെങ്കിൽ പറയണേ. ഗ്രീൻ നെറ്റൊക്കെ നല്ല ഐഡിയ, ഗ്രീൻ നെറ്റൊക്കെ കെട്ടി കൊടുക്കുകയാണെങ്കിൽ ഈ വെയിലത്ത് ഒരു പരിധി വരെയൊക്കെ. പിന്നെ ഇപ്പോൾ ഇവിടെ നല്ല വേനൽ മഴ വന്നിട്ടുണ്ട്, അതുകൊണ്ട് നല്ല വേനൽ മഴ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കൊന്ന് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഒരു പരിധി വരെ ആ ചൂടിനെ ഒന്ന് നമ്മളൊന്ന് ഇത് ചെയ്യുന്നുണ്ട്. നമ്മുടെ കോളിഫ്ലവറും ക്യാബേജുമാണ് ഇതൊക്കെ ഞാൻ നടുന്ന സമയത്ത് നിങ്ങളെ കാണിച്ചിട്ടുണ്ടല്ലോ. ഇതൊക്കെ കണ്ടോ, ഈ ഒരു പരുവമായിട്ടുണ്ട്. ഇതാണ് നമ്മുടെ വെള്ള വഴുതന, കണ്ടോ. ഇത് നല്ലപോലെ ഞാൻ നേരത്തെ പറഞ്ഞ അതിൻ്റെ അതേ ഇത് നല്ലപോലെ കായ്ച്ചിട്ടുണ്ട്. ഉണ്ടോ, ഇതിൻ്റെ തന്നെ പച്ചയുണ്ട് കേട്ടോ. ഇത് വഴുതനയുടെ തന്നെ നമുക്കറിയാലോ, ഒരുപാട് കളേഴ്സ് ഉണ്ട്. പച്ചയുണ്ട്, വെള്ളയുണ്ട്. ഇത് ഇത് പിന്നെ പർപ്പിൾ കളറുണ്ട്, പിന്നെ ഒരു ഡാർക്ക് പർപ്പിൾ നല്ല വലിയതായിട്ട് വരുന്ന ഒരെണ്ണമുണ്ടല്ലോ, അതും നല്ലതാണ്. അത് നമുക്ക് ഒരു മാതിരി മെഴുക്ക് പുരട്ടി വെക്കാനും അതുപോലെ കറിയൊക്കെ വെക്കാനൊക്കെ നല്ലതാണ്. പിന്നെ നമ്മൾ എപ്പോഴും കൊടുക്കാറുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഈ കുറ്റിക്കുരുമുളകൊക്കെ നല്ല പോലെ കായ്ക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ല ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കഞ്ഞിവെള്ളം, പുളിച്ച കഞ്ഞിവെള്ളത്തിൻ്റെ അകത്ത് നമ്മൾ നല്ല പോലെ ഈ പച്ചക്കറികളുടെയൊക്കെ വേസ്റ്റും എല്ലാം ഇട്ട് നല്ല പോലെ ഫെർമെൻ്റ് ആയി കഴിഞ്ഞിട്ട് അത് നമ്മൾ കൊണ്ടുപോയി അരിച്ച് ഒരു 5-6 ഇരട്ടി വെള്ളത്തിൽ നല്ലതുപോലെ നമ്മൾ ഡൈല്യൂട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഒത്തിരി നല്ല. അതുപോലെ തന്നെ ഈ നമ്മുടെ കഞ്ഞിവെള്ളത്തിൻ്റെ അകത്ത് ഈവൻ നമ്മുടെ ഒരു ദിവസം പുളിച്ച കഞ്ഞിവെള്ളത്തിൻ്റെ അകത്തേക്ക് കുറച്ച് ഒരു ചെറിയൊരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് നല്ലപോലെ ഒന്ന് കലക്കിയിട്ട് അതൊരു 3 ഇരട്ടി വെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്യുക. അതായത് പുളിച്ച കഞ്ഞിവെള്ളത്തിൽ ഒരു ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി ഇടുക, അതൊരു 5 ഇരട്ടി വെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്തിട്ട് ഇലകളിലെല്ലാം തളിച്ചു കൊടുക്കുന്നത് ഒരുമാതിരി ഈ ഇലകൾക്കൊക്കെ ഉണ്ടാകുന്ന കുത്തി രോഗമൊക്കെ ഉണ്ടല്ലോ, അതൊന്നും വരാതെ നമുക്ക് നോക്കാൻ പറ്റും.
പിന്നെ ഏറ്റവും കൂടുതലൊരു ശല്യം വെള്ളീച്ചയുടെ ശല്യമാണ്. ഇപ്പോൾ സാധാരണ നമ്മുടെ ഏത് പയറാണെങ്കിലും അതുപോലുള്ള ഏത് പച്ചക്കറികൾക്കും അതുപോലെ തന്നെ ചെടികൾക്കും എല്ലാ ഇലയുടെ അടിയിൽ വെള്ളീച്ച വന്ന് കൂട് വെച്ച് വെള്ളീച്ച ഉണ്ടങ്ങ് ഭയങ്കര അത് ഫുള്ളങ്ങ് ചെടി നശിച്ചു. അതായത് ഇത് അതിൻ്റെ വളർച്ച അങ്ങ് മുരടിച്ചു പോകും. അങ്ങനെ ഉള്ളൊരു ശല്യമുണ്ട്, വെള്ളീച്ച ഉണ്ട്. വെള്ളീച്ചയ്ക്ക് നമ്മൾ വേപ്പെണ്ണ മിശ്രിതം നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് ഒത്തിരി നല്ലതാട്ടോ. ഇപ്പോൾ ഇത് കണ്ടോ, നമ്മുടെ കുഞ്ഞനൊരു മാവാണ്, അത് കായ്ച്ചതാണ്. അത് ഞാൻ പറിച്ചെന്നാ, ചിലർ പറയാത് നുള്ളിക്കളയണേ, നുള്ളിയൊന്നും കളഞ്ഞിട്ടില്ല, അതുപോലെ അതിൽ നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഈ വെള്ളീച്ചയ്ക്ക് നമ്മൾ വേപ്പെണ്ണ മിശ്രിതം നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് ഒത്തിരി നല്ലത്. ഇതൊക്കെ ഞാൻ ചെയ്യാറുള്ള കാര്യമാണ്. വേപ്പെണ്ണ അതായത് ഒരു 5 ml 1 ലിറ്റർ വെള്ളത്തിൽ നമ്മൾ ഡൈല്യൂട്ട് ചെയ്തതിന് ശേഷം സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് ഒത്തിരി നല്ലതാണ്. അത് ആഴ്ചയിൽ ഒരിക്കൽ വെച്ച് ഞാൻ സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട്. എന്നാലും ചില സമയങ്ങളിൽ ചില ചെടി നമ്മൾ കാണാതിരിക്കുന്നതിൻ്റെയൊക്കെ ഇടയിൽ ഇതുപോലുള്ള ജീവികൾ വന്ന് കൂട് വെച്ച് ഇരിക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ വേറെ എന്തെങ്കിലും മാക്സിമം ഞാൻ നമ്മുടെ ഈ കെമിക്കലായിട്ടുള്ള ഈ ഇൻസെക്ടിസൈഡ് വാങ്ങിക്കാറുമില്ല, അത് തളിച്ചു കൊടുക്കാറുമില്ല. കാരണം അത് നമുക്ക് ഒരുപാട് ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യാണ്. കാരണം പ്രത്യേകിച്ച് നമ്മൾ നടുന്ന പച്ചക്കറികളായാലും ഫ്രൂട്ട്സ് ആണെങ്കിലും ഒന്നും കെമിക്കലായിട്ടുള്ള ഒരു ഇൻസെക്ടിസൈഡും നമ്മൾ യൂസ് ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം കൂടുതലും നമുക്കറിയാമല്ലോ, ക്യാൻസർ പോലുള്ള അസുഖങ്ങൾ, ലിംഫോമാസ് ഒക്കെ നമ്മുടെ ചുറ്റുമുള്ള ആളുകൾക്കാണെങ്കിലും ഹോസ്പിറ്റലിൽ വരുന്ന പേഷ്യൻസിനാണെങ്കിലും ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്, ഈ വീഡിയോ കാണുന്ന എൻ്റെ എല്ലാ ഫ്രണ്ട്സ് മാക്സിമം ഇൻസെക്ടിസൈഡ്സ് കെമിക്കലായിട്ടുള്ളത് നമ്മൾ മേടിക്കുകയാണെങ്കിൽ തന്നെ വളരെ ഡൈല്യൂട്ടായിട്ടുള്ള വളരെ മൈനറായിട്ടുള്ള ഇൻസെക്ടിസൈഡ് മാത്രം യൂസ് ചെയ്യുക. കാരണം ചിലതിൻ്റെ അകത്തൊക്കെ വളരെ പോയ്സണസ് ആയിട്ടുള്ള കെമിക്കൽ പെസ്റ്റിസൈഡ്സ് ഉള്ളതുണ്ട്. അതൊന്നും നമ്മൾ മാക്സിമം യൂസ് ചെയ്യാതെ, ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ വേപ്പെണ്ണ കൊണ്ടുള്ള ഇതുണ്ടല്ലോ, വേപ്പെണ്ണ ഒക്കെ ഡൈല്യൂട്ട് ചെയ്യുക. അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയൊക്കെ ഒരു നാച്ചുറൽ ഇൻസെക്ടിസൈഡാണ്, അത് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ വേറെ ചിലർ പറഞ്ഞിട്ട് നമ്മുടെ ഈ തെങ്ങിൻ്റെ അകത്തൊക്കെ ചെല്ലി പോലുള്ള അതിനൊക്കെ നമ്മൾ മാക്സിമം നമ്മൾ ഇപ്പം വാങ്ങുന്നതൊക്കെ നമ്മൾ കെമിക്കലാണെങ്കിൽ തന്നെ അത് യൂസ് ചെയ്തേ പറ്റത്തുള്ളൂ എന്നൊരു വസ്തു. കാരണം അതുപോലെ ചെല്ലിയൊക്കെ വന്ന് നമ്മുടെ തെങ്ങിനെയൊക്കെ നശിപ്പിക്കുന്നു. അപ്പോൾ അതിനൊക്കെ ചെറിയ രീതിയിൽ നാച്ചുറലായിട്ടുള്ള മെത്തേഡ് ഈ കുമ്മായമൊക്കെ തെങ്ങിൻ്റെ മണ്ടയിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ ചെല്ലിയുടെ ശല്യം ഒഴിവാകുമെന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അത് ചെയ്ത് വിജയിച്ചവരാരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ചിലപ്പോൾ നമ്മൾ വിചാരിക്കും ഗാർഡനിങ്ങും നമ്മൾ പല വീടുകളുടെ മുമ്പിലാണെങ്കിലും ചെടികളൊക്കെ നിൽക്കുന്നത് കാണുമ്പം നമ്മൾ വിചാരിക്കും എന്ത് ഈസിയാണ്, നമ്മൾ കൊണ്ടുവച്ചാൽ മതി എല്ലാം പൂത്ത് നിന്നോളൂ എന്ന്, അല്ലേ? അതല്ല റിയാലിറ്റി എന്ന് പറയുന്നത്. നമ്മൾ ഓരോ ചെടിയുടെയും അതുപോലെ തന്നെ ഓരോ ഫ്രൂട്ട്സ് ആണെങ്കിലും നമ്മൾ നട്ട് കഴിഞ്ഞാൽ എന്നും അതിന് പരിപാലനം ആവശ്യമാണ്, എന്നും. അതായത് നമ്മൾ നട്ടു വെച്ചിട്ട് പിന്നെ എപ്പോഴെങ്കിലും വന്ന് നോക്കിക്കഴിഞ്ഞാൽ ചെടിയെല്ലാം കരിഞ്ഞു പോയിരിക്കും. അതാണ് റിയാലിറ്റി എന്ന് പറയുന്നത്. അതുകൊണ്ട് എന്നും നമ്മൾ അതിന് വേണ്ട വെള്ളം, നമ്മൾ തന്നെ ആഹാരം കഴിക്കുമല്ലോ, അതുപോലെ നമ്മൾ തന്നെ എന്നും വെള്ളം കുടിക്കുമല്ലോ, അതുപോലെ തന്നെ ചെടികൾക്കും ആയാലും മരങ്ങൾക്കായാലും എല്ലാം അതിന് ഓരോ ദിവസവും നമ്മളതിന് വേണ്ട, അല്ലെങ്കിൽ വീക്ക്ലി പ്ലാനർ വെച്ച് നമ്മൾ കെയർ ചെയ്താൽ മാത്രമേ ഓരോന്നും അതിൻ്റേതായ രീതിയിൽ പൂക്കൾ തരാനായാലും കായ്കൾ തരാനായാലും ആ ചെടികൾ അതുപോലെ പ്രിപ്പയർ ആയിരിക്കും. ചുമ്മാ ഒരിടത്ത് ഇട്ടിട്ട് പോയിട്ട് വന്നു കഴിഞ്ഞാൽ ഒരു പ്രയോജനമില്ല. അങ്ങനെയാണ് റിയാലിറ്റി എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ ഡെയിലി സ്ട്രെസ്സും എല്ലാം റിലീവ് ചെയ്യാൻ ഏറ്റവും നല്ലൊരു ഏരിയ കേട്ടോ ഈ പൂന്തോട്ടം, ഗാർഡനിങ് എന്ന് പറയുന്നത്. പിന്നെ നമുക്കൊരു ജനറൽ വെൽനെസ്സിന്, അതായത് നമുക്കൊരു ഉന്മേഷവും അതുപോലെ തന്നെ നല്ലൊരു എനർജിയൊക്കെ കിട്ടണമെങ്കിൽ ഒരു ഗാർഡനിൽ ഒരുപാട് സ്ഥലമൊന്നും വേണ്ട, വളരെ കുറച്ച് സ്ഥലത്ത് ഉള്ളതുപോലെ കൃഷി ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഇപ്പം നമ്മുടെ ചെടികളും പൂക്കളും എല്ലാം കണ്ടല്ലോ. ഇപ്പം ഭയങ്കര ചൂടായതുകൊണ്ട് തന്നെ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. അല്ലാതെ നമ്മുടെ ചെടികളൊക്കെ നല്ല രീതിയിൽ തന്നെ ഞാൻ ടേക്ക് കെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളും അതുപോലെ തന്നെ നിങ്ങളുടെ ചെടികളും നിങ്ങളുടെ ഗാർഡനും ഒക്കെ നല്ല രീതിയിൽ വെക്കുക. അതിന് ചിലർ കമൻറ്റ് ചെയ്യാമെന്ന് ഞാൻ ശ്രദ്ധിച്ചു, ഒരുപാട് സ്ഥലമില്ല അങ്ങനെയൊക്കെ. ഇതിനൊന്നും ഒരുപാട് സ്ഥലമൊന്നും ഉള്ള സ്ഥലത്ത് നമ്മൾ 1-2 ചെടിയാണെങ്കിലും അല്ലെങ്കിൽ പച്ചക്കറികളാണെങ്കിലും പഴച്ചെടികളാണെങ്കിലും ഒക്കെ നട്ടു വെച്ച് കഴിഞ്ഞാൽ അന്നത്തേക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നമുക്ക് കിട്ടും. അതായത് മാക്സിമം പച്ചക്കറികളൊക്കെ നമുക്ക് കിട്ടുകയാണെങ്കിൽ ഒത്തിരി നല്ലതല്ലേ. കാരണം
ഇപ്പം നമുക്ക് കിട്ടുന്ന പച്ചക്കറികളാണെങ്കിലും ഒരുപാട് വിഷം അടിച്ചൊക്കെയാണല്ലോ വരുന്നത്. അപ്പോൾ വഴുതനയാണെങ്കിലും പച്ചമുളകാണെങ്കിലും തക്കാളി ആണെങ്കിലും ഒക്കെ നമ്മൾ നട്ടുവെക്കാൻ ശ്രമിക്കുക. ചട്ടികളിലോ ഒക്കെ നട്ടുവെക്കുന്നത് ഒത്തിരി നല്ലതാണ്. ഇപ്പോൾ നമുക്ക് അന്നന്നത്തേക്ക് ആവശ്യമുള്ള പച്ചക്കറികളാണെങ്കിലും കുറച്ച് പഴച്ചെടികളാണെങ്കിലും ഒക്കെ നട്ടുവെക്കുക. നമുക്ക് ആവശ്യമുള്ളത് നമുക്ക് പറിക്കാമല്ലോ. അങ്ങനെ മാത്രം ചിന്തിച്ചാൽ മതി. നമ്മൾ മറ്റുള്ളവരെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക, ഇതൊക്കെ ചെയ്യാൻ. ഇതൊക്കെയല്ലേ ഒരു സന്തോഷം. ചെടികളാണെങ്കിലും പൂക്കളാണെങ്കിലും കാണുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം അത് വേറെയല്ലേ. അത് എല്ലാവരും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നമുക്കൊരു പോസിറ്റീവ്നെസ്സാണ് ഇതൊക്കെ കാണുമ്പോഴാണെങ്കിലും. നമ്മൾ നട്ടു വെക്കുമ്പോൾ അതിൽ നിന്നൊരു പൂവ് ഉണ്ടാകുമ്പോഴും ഒരു കായ ഉണ്ടാകുമ്പോഴും ഉള്ളൊരു ഹാപ്പിനെസ് അത് വേറെ ഒന്നിൽ നിന്നും നമുക്ക് കിട്ടത്തില്ല. അതാണ് ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ നമ്മൾ ഒരു വരുന്ന തലമുറകളിലേക്ക് നമ്മളിത് കാണിച്ചു കൊടുക്കുക. പുതിയ അവർക്ക് പുതിയ കൃഷി രീതികൾ, പുതിയ ചെടികൾ, ഗാർഡനിങ്, ഇതൊക്കെ ചെയ്യുന്നത് നമ്മൾ വലിയൊരു കാര്യമാണ് കേട്ടോ. നമ്മൾ ഒരിക്കലും ഇതൊന്നും ചെറുതായിട്ട് വിചാരിക്കേണ്ട കാര്യമില്ല. ഇതാണ് ഏറ്റവും വലിയൊരു ഗിഫ്റ്റ് നമ്മുടെ അടുത്ത തലമുറകളിലേക്ക് നമുക്ക് കൊടുക്കാൻ പറ്റിയത്. അപ്പോൾ നമുക്കറിയാവുന്ന കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് പറഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ മറ്റുള്ളവരിലേക്ക് പകർത്തി കൊടുക്കുക. അതാണ് ഏറ്റവും ഒരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം. അപ്പോൾ ഞാൻ പോട്ടെ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളെ ഇത്രയും നേരം ഞാൻ പറഞ്ഞ് ബോറടിപ്പിച്ചതിന് സോറി. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ഫ്രണ്ട്സ്. ബൈ ബൈ. സീ യു നെക്സ്റ്റ് വീഡിയോ.